ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം ടോപ്പേഴ്സ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 5th ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞീസ് ക്ലാസ്സിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, മലയാളത്തിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പം എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ടു ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് വെയർ ബിൽഡ് ബൈ ദ കിങ്സ് ആൻഡ് ദെയർ ഓഫീസേഴ്സ് ബിറ്റ്വീൻ 8th ആൻഡ് 18th സെഞ്ച്വറി? അപ്പോൾ രാജാക്കന്മാരും അവരുടെ ഓഫീസേഴ്സൊക്കെ കൂടെ ചേർന്ന് 8th 18th സെഞ്ച്വറി ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ഏതൊക്കെ ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു അവർ നിർമ്മിച്ചത്? First kinds, forts, palaces and tombs. Second kinds, structures meant for public activities such as temples, mosques, tanks, wells, caravanserais and bazaars. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫോർട്ട്സ്, കോട്ടകളും കൊട്ടാരങ്ങളും അതുപോലെ തന്നെ സ്മാരകങ്ങളും ഒക്കെയാണ്. ഇനി സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത് ഓരോരോ പബ്ലിക് ആക്ടിവിറ്റീസിനുള്ള സ്ട്രക്ചേഴ്സ്, അമ്പലങ്ങളും പള്ളികളും ടാങ്ക്, വെൽ, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ, മാർക്കറ്റ്സ്, ബസാർസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. സെക്കൻഡ് വൺ, ഹൂ കൺസ്ട്രക്റ്റഡ് ആഗ്ര ഫോർട്ട്, ഹൗ മെനി ലേബേഴ്സ് വെർ യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഇറ്റ്? ആരാണ് ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത്? എത്ര ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ടാണത് നിർമ്മിച്ചത്? അക്ബർ കൺസ്ട്രക്റ്റഡ് ആഗ്ര ഫോർട്ട്. ഇറ്റ് റിക്വയർഡ് 2000 സ്റ്റോൺ കട്ടേഴ്സ്, 2000 സിമെൻറ്റ് ആൻഡ് ലൈം മേക്കേഴ്സ്, 8000 ലേബേഴ്സ്. ഓക്കെ, അപ്പോൾ അക്ബറാണ് ഈ ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത്. ഇത്ര ലേബേഴ്സാണ് അതിന് ആവശ്യമായിട്ട് വന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് യൂസ്ഡ് ഡ്യൂറിങ് 7th to 13th സെഞ്ച്വറീസ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ 7th 13th സെഞ്ച്വറീസിനിടയ്ക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? Monuments provide an insight into the technologies used for construction. Between the 7th and 10th centuries, architects started adding more rooms, doors and windows to buildings. അപ്പോൾ മോണുമെൻറ്റ്സ് തന്നെ നോക്കിയാൽ നമുക്ക് ഈ ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. അതായത് 7th 10th സെഞ്ച്വറീസിൻ്റെ ഇടയ്ക്കായിട്ട് ആർക്കിടെക്ചർ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള റൂംസ്, ഡോർസ്, വിൻഡോസൊക്കെ ഓരോരോ ബിൽഡിങ്സിൽ കാണാൻ സാധിക്കും. റൂഫ്സ്, ഡോർസ് ആൻഡ് വിൻഡോസ് വെർ സ്റ്റിൽ മെയ്ഡ് ബൈ പ്ലേസിങ് എ ഹൊറിസോണ്ടൽ ബീം അക്രോസ് ടു വെർട്ടിക്കൽ കോളംസ്. അപ്പോൾ രണ്ട് വെർട്ടിക്കൽ കോളംസിന് മുകളിലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ബീം വെച്ചിട്ട് അതിലാണ് ഈ റൂഫ്സും ഡോറും വിൻഡോസും ഒക്കെ വെക്കുന്നത്. ഇറ്റ് വാസ് എ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കോൾഡ് ട്രബീറ്റ് ഓർ കോർബെൽഡ്. Between the 8th and 13th centuries, the Trabete style was used in construction of temples, mosques, tombs and in buildings attached to large stepped wells. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ, ട്രബീറ്റ് അല്ലെങ്കിൽ കോബൾട്ട്, ആ ഒരു സ്റ്റൈൽ യൂസ് ചെയ്തിട്ടായിരുന്നു ആ കാലത്ത് ടെമ്പിൾസും മോസ്കും ടോംസും ബിൽഡിങ്സും ഒക്കെ നിർമ്മിച്ചിരുന്നത്. ഫോർത്ത് വൺ, ഹൗ വേർ ദ റൂഫ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ഏർലിയർ ടൈംസ്? അപ്പോൾ എങ്ങനെയാണ് ആദ്യകാലത്ത് ഈ റൂഫ് കൺസ്ട്രക്റ്റ് ചെയ്തിരുന്നത്? റൂഫ്സ് വെയർ കൺസ്ട്രക്റ്റഡ് ബൈ പ്ലേസിങ് വുഡൻ ബീംസ് ഓർ എ സ്റ്റോൺ സ്ലാബ് അക്രോസ് 4 walls. അപ്പോൾ 4 ഭിത്തിക്കും ചുറ്റുമായിട്ട് ഒരു സ്റ്റോൺ സ്ലാബ് അല്ലെങ്കിൽ ഒരു വുഡൻ ബീം വെക്കും. അതിലാണ് ഈ റൂഫൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ദിസ് ടാസ്ക് വാസ് ബിക്കമിങ് ഡിഫിക്കൽട്ട് ഇഫ് ദ സൈസ് ഓഫ് ദ സ്ട്രക്ചർ വാസ് എലാബറേറ്റ്. ഇത് സൈസ് കൂടുന്നതനുസരിച്ച് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിട്ട് മാറും. ഫിഫ്ത്ത് വൺ, വാട്ട് ഈസ് സൂപ്പർ സ്ട്രക്ചർ, വാട്ട് ഡസ് ഇറ്റ് നീഡ്? അപ്പോൾ എന്താണ് സൂപ്പർ സ്ട്രക്ചർ, അതിനെന്താണ് ആവശ്യമായിട്ടുള്ളത്? സൂപ്പർ സ്ട്രക്ചർ ഈസ് എ പാർട്ട് ഓഫ് ബിൽഡിംഗ് അബോവ് ദി ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലുള്ള ആ ഒരു ഭാഗത്തിനെയാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് സോഫിസ്റ്റിക്കേറ്റഡ് സ്കിൽസാണ്. വളരെ അധികം കഴിവുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു ഈ സൂപ്പർ സ്ട്രക്ചർ പണിയുക എന്നുള്ളത്. സിക്സ്ത് ക്വസ്റ്റ്യൻ: വിച്ച് ടു ടെക്നോളജിക്കൽ ആൻഡ് സ്റ്റൈലിഷ് ഡെവലപ്മെൻറ്റ്സ് ടുക്ക് പ്ലേസ് ഫ്രം ദി 12th സെഞ്ച്വറി? 12th സെഞ്ച്വറി മുതൽ കണ്ടു തുടങ്ങിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? Arcuate style in which the weight of the superstructure above the windows and doors was carried by arches. അപ്പോൾ ആർക്വേറ്റ് സ്റ്റൈലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ
സൂപ്പർ സ്ട്രക്ചറിൽ പണിയുന്ന വിൻഡോസിൻ്റെയും ഡോസിൻ്റെയും ഒക്കെ ആ വെയിറ്റ് ക്യാരി ചെയ്യുന്നത് ആർച്ചസ് ആണ്. ലൈംസ്റ്റോൺ സിമെൻറ്റ് കെയിം ഇൻ ടു യൂസ് ദിസ് ഹൈ ക്വാളിറ്റി സിമെൻറ്റ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺ ചിപ്സ് ഹാഡൻഡ് ഇൻ ടു കോൺക്രീറ്റ്. ദിസ് മെയ്ഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബിഗ് സ്ട്രക്ചേഴ്സ് ഈസിയർ ആൻഡ് ഫാസ്റ്റർ. അപ്പോൾ ലൈംസ്റ്റോൺ സിമെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊരു ഹൈ ക്വാളിറ്റി സിമെൻറ്റാണ്. ഇത് സ്റ്റോൺ ചിപ്സുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ളൊരു കോൺക്രീറ്റ് ലഭിക്കുന്നതാണ്. ഇത് വെച്ചുകൊണ്ട് വലിയ വലിയ സ്ട്രക്ചേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ ഈസി ആയിട്ടും ചെയ്യാനായിട്ട് സാധിച്ചു. 7th question. Name 3 ruling dynasties of southern India and mention names of temples constructed by them. അപ്പം വളരെ പ്രധാനപ്പെട്ട 3 റൂളിംഗ് ഡൈനാസ്റ്റീസ്, രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു സദേൺ ഇന്ത്യയിലുണ്ടായിരുന്നത്, അതുപോലെ തന്നെ അവർ നിർമ്മിച്ച അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത ടെമ്പിൾസ് ഏതൊക്കെയാണ്. ഓക്കെ, ദ ചോല ബൃഹദേശ്വര ടെമ്പിൾ. അപ്പോൾ ബൃഹദേശ്വര ടെമ്പിൾ നിർമ്മിച്ചത് ചോല ഡൈനാസ്റ്റിയാണ്. ദ പല്ലവാസ് ഷോ ടെമ്പിൾ ആൻഡ് റാത്ത് ടെമ്പിൾ. ദ പാണ്ഡ്യാസ് ദേ ബിൽറ്റ് ഗോപുരംസ് ഓഫ് കാഞ്ചി ആൻഡ് മധുരൈ ടെമ്പിൾ. 8th question. വൈ വെയർ ടെമ്പിൾസ് ആൻഡ് മോസ്ക് ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ്? എന്തുകൊണ്ടാണ് ഈ അമ്പലങ്ങളും പള്ളികളും ഒക്കെ നല്ല ഭംഗിയോടുകൂടി കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്? Temples and mosques were beautifully constructed because of the following reasons. They were the places of worship. They also meant to demonstrate power, wealth and devotion of the patron, mostly the kings and emperors. അപ്പോൾ ഇതൊരു പ്രാർത്ഥനാലയമാണല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ഇതിന് കൊണ്ടുവരണം. അത് മാത്രമല്ല, ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഓരോരോ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെയാണല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു പവറും വെൽത്തും ഡിവോഷനും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോരോ അമ്പലങ്ങളും പള്ളികളും ഒക്കെ പണി കഴിപ്പിക്കുന്നത്. 9th question. വിച്ച് ടെമ്പിൾ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ രാജരാജദേവ? ഹൗ ദ ടെമ്പിൾസ് കമ്മ്യൂണിക്കേറ്റഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ കിങ്? അപ്പം രാജരാജദേവ എന്ന് പറയുന്ന രാജാവ് പണി കഴിപ്പിച്ച ടെമ്പിൾ ഏതാണ്? അതുപോലെ തന്നെ ഒരു ടെമ്പിൾ രാജാക്കന്മാരുടെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പണികഴിപ്പിച്ച ടെമ്പിളാണ് രാജരാജേശ്വര. അവിടുത്തെ ദൈവം എന്ന് പറയുന്ന രാജരാജേശ്വരമാണ്. ദ മെയിൻ ഗോഡ്സ് വെയർ ഐഡൻറ്റിക്കൽ ഇൻ നെയിം വിത്ത് ദി കിങ്സ്. രാജാവിൻ്റെ പേരുമായിട്ട് സാമ്യമുണ്ട് ഈ ദൈവത്തിൻ്റെ പേരിനും അല്ലേ. ലെസർ ഡയറ്റീസ് വെയർ ഗോഡ്സ് ആൻഡ് ഗോഡസസ് ഓഫ് ദി അലീസ് ആൻഡ് സബോർഡിനേറ്റ്സ് ഓഫ് ദി റൂളർ. ചെറിയ ചെറിയ ദേവതമാരും ദേവന്മാരും എന്ന് പറയുന്നത് ഈ രാജാവിൻ്റെ ഓരോരോ സബോർഡിനേറ്റ്സിൻ്റെ പേരായിരിക്കും കൊടുക്കുക. ടെമ്പിൾ വാസ് ദ മിനിയേച്ചർ മോഡൽ ഓഫ് ദ വേൾഡ് റൂൾഡ് ബൈ ദ കിങ് ആൻഡ് ഹിസ് അലീസ്. അപ്പോൾ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ മോഡലാണ്. ഈ രാജാക്കന്മാരും അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സും ഒക്കെ നിർമ്മിക്കുന്ന ഒരു മിനിയേച്ചർ മോഡലാണ് ഈ ലോകത്തിൻ്റെ തന്നെ. 10th question. വാട്ട് ഡിഡ് ദ റോയൽ ടെമ്പിൾസ് സിഗ്നിഫൈ? റോയൽ ടെമ്പിൾസ് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? The largest temples were constructed by the kings. In the temple made by Rajarajadeva, worship of one god, Rajarajeshwaram, honored another Rajarajadeva. അപ്പം വലിയ വലിയ ടെമ്പിൾസൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് രാജാക്കന്മാരാണ്. ഈ രാജരാജദേവ എന്ന് പറയുന്ന രാജാവ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പിളിലെ ഗോഡാണ് രാജരാജേശ്വരം. The other lesser deities were the gods and goddesses of the allies and the subordinate of the ruler. The temple were the miniature model of the world ruled by the king and his allies. അപ്പം ചെറിയ ചെറിയ ദൈവങ്ങളെന്ന് പറയുന്നത് ഈ രാജാവിൻ്റെ തന്നെ സബോർഡിനേറ്റ്സിൻ്റെ പേരിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ മോഡലാണ് ഈ ടെമ്പിളിലൂടെ ഇവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഈ രാജാക്കന്മാരൊക്കെ. ആസ് ദേ വർഷിപ്പ് ദി ഡൈറ്റീസ് ടുഗെദർ ഇൻ ദ ടെമ്പിൾ ഇറ്റ് സീംഡ് ആസ് ഇഫ് ഇറ്റ് ജസ്റ്റ് റൂൾ ഓഫ് ദ ഗോഡ്സ് ഈസ് പോട്ട് ഓൺ എർത്ത്. അപ്പോൾ ഈ രാജാക്കന്മാരൊക്കെ പോയി ഈ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് വർഷിപ്പ് ചെയ്യുമ്പം അവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് ദൈവങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നീതി നടപ്പാക്കുക അല്ലെങ്കിൽ ഭരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റോയൽ ടെമ്പിൾസിലൂടെ സിഗ്നിഫൈ ചെയ്യുന്നത്. 11th question. ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ദ സുൽത്താൻസ് ആസ് ദി ഷാഡോസ് ഓഫ് ഗോഡ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സുൽത്താൻസിനെ ഷാഡോസ് ഓഫ് ഗോഡ് എന്നാണ് പഠിച്ചിരുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മുസ്ലിം സുൽത്താൻസ് ആൻഡ് പാദ്ഷാസ് ഡിഡ് നോട്ട് ക്ലെയിം ടു ബി ഇൻകാർണേഷൻസ് ഓഫ് ഗോഡ്. പേർഷ്യൻ കോർട്ട് ക്രോണിക്കിൾസ് ഡിസ്ക്രൈബ് ദി സുൽത്താൻ ആസ് ദി ഷാഡോ ഓഫ് ഗോഡ്. അപ്പം മുസ്ലിം സുൽത്താൻസ് അല്ലെങ്കിൽ പാദ്ഷാസിനെ ഗോഡിൻ്റെ ഇൻകാർണേഷൻസ് എന്നല്ല
അവരെ അറിയപ്പെട്ടിരുന്നത്. ഇൻകാർണേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അവതാരങ്ങൾ. ദൈവത്തിൻ്റെ ഓരോരോ അവതാരങ്ങളായിട്ടല്ല അവരെ കണ്ടിരുന്നത്, അതിന് പകരം അവരെ ദൈവത്തിൻ്റെ നിഴലായിട്ടാണ് കണ്ടിരിക്കുന്നത്. An inscription in the Delhi mosque explained that God chose Alauddin as a king because he had the qualities of Moses and Solomon, who were the great lawgivers of the past. അപ്പോൾ ഒരു ഇൻസ്ക്രിപ്ഷനിൽ, ഡൽഹി മോസ്കിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷനിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് അലാവുദ്ദീനെ ഒരു കിങ്ങായിട്ട് ദൈവം ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ട്, നല്ല ലോ ഗീവേഴ്സിൻ്റെ നല്ല ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ദ ഗ്രേറ്റസ്റ്റ് ലോ ഗീവർ ആൻഡ് ആർക്കിടെക്ട് വാസ് ഗോഡ് ഹിംസെൽഫ്. ഏറ്റവും വലിയ നീതിപാലകൻ അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഗോഡ് തന്നെയാണ്. ഹി ക്രിയേറ്റഡ് ദ വേൾഡ് ഔട്ട് ഓഫ് ചാവ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർഡർ ആൻഡ് സിമെട്രി. അദ്ദേഹമാണ് ഈ ലോകം നിർമ്മിച്ചതും അതുപോലെ തന്നെ ഇവിടേക്ക് ഒരു ഓർഡറും ഒക്കെ കൊണ്ടുവന്നത് ദൈവമാണല്ലേ. അപ്പോൾ ഏറ്റവും വലിയ ലോ ഗീവറും ആർക്കിടെക്റ്റും ദൈവം തന്നെയാണ്. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ റൂളേഴ്സ് ഡു ടു ഗെറ്റ് ദ പ്രൈസ് ആൻഡ് റെസ്പെക്റ്റ് ഓഫ് ദി പീപ്പിൾ? അപ്പോൾ റൂളേഴ്സ്, രാജാക്കന്മാർ ആൾക്കാരുടെ പ്രശസ്തിയും റെസ്പെക്റ്റും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്തത്? ടു ഗെറ്റ് ദ പ്രൈസ് ആൻഡ് റെസ്പെക്റ്റ് ഓഫ് ഹിസ് പീപ്പിൾ ആൻഡ് ദി മോറൽ റൈറ്റ് ടു റൂൾ, ദ കിങ്സ് സ്റ്റാർട്ടഡ് കൺസ്ട്രക്ടിങ് പ്ലേസസ് ഫോർ വർഷിപ്പ് ടു ക്ലെയിം ക്ലോസ് കണക്ഷൻ വിത്ത് ഗോഡ്. അപ്പോൾ അവർ ഓരോരോ ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ അതിലൂടെ എന്താ? ദൈവത്തോടൊരു ക്ലോസ് കണക്ഷനാണ് അവരവിടെ കൊണ്ടുവരുന്നത്. They offered patronage to the priests and transformed their capitals as cultural centers. Another way was making precious water available by constructing tanks and reservoirs. അപ്പം ഈ പൂജാരിമാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ പുരോഹിതന്മാർക്കൊക്കെ ഓരോരോ ദാനങ്ങളൊക്കെ കൊടുക്കുക, അവരുടെ ക്യാപിറ്റൽസ് തന്നെ കൾച്ചറൽ സെൻറ്ററാക്കി മാറ്റുക, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള പ്രഷ്യസ് വാട്ടർ, അതിന് ആവശ്യമായിട്ടുള്ള ടാങ്ക്സും റിസർവോയേഴ്സും ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കുക. Sometimes these tanks and reservoirs were part of a temple, mosque or a ഗുരുദ്വാര. ചില സമയത്ത് ഈ ടാങ്ക് അല്ലെ റിസർവോയർ എന്ന് പറയുന്നത് അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ടെമ്പിളിൻ്റെയോ മോസ്കിൻ്റെയോ ഗുരുദ്വാരയുടെയോ ഒക്കെ ഭാഗമായിരിക്കും. 13th ക്വസ്റ്റ്യൻ, വൈ വേർ ദ ടെമ്പിൾസ് ഡിസ്ട്രക്റ്റഡ് ബൈ ദി ഇൻവേഡേഴ്സ്? പുറത്തുനിന്ന് വന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നശിപ്പിച്ചത്? Kings built temples to demonstrate their devotion to God and their power and wealth. When they attacked one another's kingdoms, they often targeted these buildings. അപ്പം യുദ്ധം ചെയ്യാൻ വരുന്നവർ ആദ്യം ഈ രാജാവിൻ്റെ പവറും വെൽത്തും ഡിവോഷനെയും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്ന അമ്പലങ്ങളാണ് തകർക്കാനായിട്ട് നോക്കിയത്. അപ്പം ഏത് രാജാവും മറ്റൊരു രാജാവിൻ്റെ കിങ്ഡം അറ്റാക്ക് ചെയ്യാൻ പോയപ്പം തീർച്ചയായിട്ടും ആ ഒരു രാജ്യത്തെ രാജാവിൻ്റെ പവറും വെൽത്തും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ടെമ്പിൾസ് തന്നെയാണ് ആദ്യം ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത്. 14th ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് സുൽത്താൻ മുഹമ്മദ് ഓഫ് ഗസ്നി ഡു വിത്ത് ടെമ്പിൾസ്? സുൽത്താൻ മുഹമ്മദ് ഓഫ് ഗസ്നി അദ്ദേഹവും ഈ ടെമ്പിൾസുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സുൽത്താൻ മുഹമ്മദ് ഓഫ് ഗസ്നി വാസ് എ കണ്ടംപററി ഓഫ് രാജേന്ദ്ര I. During his campaigns in the subcontinent, he attacked the temples of defeated kings and looted their wealth and idols. അപ്പോൾ സുൽത്താൻ മുഹമ്മദ് ഓഫ് ഗസ്നി എന്ന് പറയുന്നത് രാജേന്ദ്ര I എന്ന് പറയുന്ന രാജാവിൻ്റെ എതിരാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഓരോരോ സ്ഥലങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പം ആ സ്ഥലത്ത് ഓരോരോ രാജാക്കന്മാർ പണി കഴിപ്പിച്ചിരുന്ന നല്ല വെൽത്തി ആയിട്ടുള്ള ടെമ്പിൾസ് കൊള്ളയടിക്കുകയും അവിടുന്ന് വിഗ്രഹങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. സുൽത്താൻ മുഹമ്മദ് വാസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് റൂളർ അറ്റ് ദാറ്റ് ടൈം. അദ്ദേഹം അത്ര വലിയ പ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റൂളറൊന്നും ആയിരുന്നില്ല ആ ഒരു സമയത്ത്. ബട്ട് ബൈ ഡിസ്ട്രോയിങ് ടെമ്പിൾസ്, എസ്പെഷ്യലി ദ വൺ അറ്റ് സോംനാഥ്, ഹി ട്രൈ ടു വിൻ ക്രെഡിറ്റ് ആസ് എ ഗ്രേറ്റ് ഹീറോ ഓഫ് ഇസ്ലാം. പക്ഷേ സോമനാഥിലുള്ള ആ ക്ഷേത്രം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടതിലൂടെ അദ്ദേഹം ഒരു ഹീറോ ആയിട്ട്, ഇസ്ലാം മതത്തിൻ്റെ ഒരു ഹീറോ ആയിട്ട് തന്നെ മാറി. In the political culture of the Middle Ages, most rulers displayed their political might and military success by attacking and looting the temples of defeated rulers. മിക്ക രാജാക്കന്മാരും ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ പവർ കാണിച്ചിരുന്നത് മറ്റുള്ള രാജാക്കന്മാരുടെ അവർ പണി കഴിപ്പിച്ചിട്ടുള്ള ടെമ്പിൾസൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. 15th ക്വസ്റ്റ്യൻ, ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഗാർഡൻസ് ഡ്യൂറിങ് മുഗൾ റൂൾ. മുഗൾ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഗാർഡൻസ്, അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു?
Under the Mughals, architecture became more complex. Babur, Humayun, Akbar, Jahangir, and especially Shah Jahan took personal interest in literature, art, and architecture. അപ്പം ഈ മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് അവർ ആർക്കിടെക്ചറിന് കൊടുത്തിരുന്നു. അതിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ബാബൂർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ഒക്കെ പോലത്തെ മുഗൾ ചക്രവർത്തിമാർ ലിറ്ററേച്ചറിനും ആർട്ടിനും ആർക്കിടെക്ചറിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. These gardens were called charbagh, 4 gardens because of their symmetrical division into 4 parts. അപ്പോൾ അവർ പണി കഴിപ്പിച്ച ആ ഗാർഡൻ്റെ പേര് ചാർബാഗ് എന്നാണ്. കാരണം 4 ഗാർഡൻ എന്നാണ് അതിൻ്റെ മീനിങ്. സിമെട്രിക്കലി അത് 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത്. Beginning with Akbar, some of the most beautiful charbaghs were set up by Jahangir and Shah Jahan in Kashmir, Agra and Delhi. അപ്പോൾ അക്ബറാണ് ഇത് തുടങ്ങി വെച്ചത്. പിന്നീട് ജഹാംഗീറും ഷാജഹാനും ഒക്കെ ധാരാളം ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ചാർബാഗ്സ് നിർമ്മിച്ചിട്ടുണ്ട്, അതായത് ഗാർഡൻസ് നിർമ്മിച്ചിട്ടുണ്ട്. 16th question, അക്ബേഴ്സ് റെയിൻ സോ സെവറൽ ആർക്കിടെക്ചറൽ ഇന്നോവേഷൻസ്. ഓക്കെ, അക്ബറിൻ്റെ ഭരണകാലത്ത് ധാരാളം ആർക്കിടെക്ചറൽ ഇന്നോവേഷൻസ് കാണാനായിട്ട് സാധിക്കും. കമൻറ്റ്. There were several important architectural innovations during Akbar's reign. Akbar's architects turned to the tombs of his Central Asian ancestor Timur. The central towering dome and the tall gateway become important aspects of Mughal architecture, first visible in Humayun's tomb. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ, അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ചേഞ്ചസ് എന്ന് പറയുന്നത് ടോംസിന് തന്നെയാണ്, അതായത് ഓരോ സ്മാരകങ്ങൾക്ക് തന്നെയാണ്. തിമൂർ എന്ന് പറയുന്ന അവരുടെ ഏഷ്യൻ ആൻസിസ്റ്ററിൻ്റെ ടോംസിലാണ് ആദ്യമായിട്ടൊരു ചേഞ്ച് കാണാനായിട്ട് സാധിച്ചത്. പിന്നീട് ഹ്യൂമയൂണിൻ്റെ ടോംബിലും. It was placed in the center of a huge formal charbagh and built in tradition known as 8 paradises or Hasht Bihisht, a central hall surrounded by 8 rooms. അപ്പം അദ്ദേഹത്തിൻ്റെ ഹുമയൂണിൻ്റെ ടോംബ് ഒരു സെൻറ്ററിലാണ് വെച്ചേക്കുന്നത്. അതിന് ചുറ്റും ചാർബാഗ് എന്ന് പറയുന്ന അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള ഗാർഡൻ ഉണ്ട്. അതിനും ചുറ്റും 8 റൂംസ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് 8 പാരഡൈസസ് അല്ലെങ്കിൽ ഹഷ്ട് ബിഹിഷ്ട് എന്ന്. The building was constructed with red sandstone. It was edged with white marble. അപ്പോൾ റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റും വൈറ്റ് മാർബിൾസ് ഒക്കെ കൊണ്ട് എഡ്ജ് ചെയ്തിട്ടുണ്ട്. 17th question, define the term petra dura. എന്താണ് petra dura? Colored hard stones placed in depressions carved into marble or sandstone structures. This style of decoration is called petra dura. അപ്പോൾ കളേർഡ് ആയിട്ടുള്ള ഹാർഡ് സ്റ്റോൺസ് ഒന്ന് വിട്ടൊന്നായിട്ട് ഇങ്ങനെ മാർബിൾ അല്ലെങ്കിൽ സാൻഡ് സ്റ്റോണിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വെച്ചിരിക്കുന്ന അതിനെയാണ്, ആ ഒരു സ്റ്റൈലിനെയാണ് പെട്ര ഡ്യൂറ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണല്ലേ. 18th question, how was the connection between royal justice and the imperial court was emphasized by architecture? അപ്പം റോയൽ ജസ്റ്റിസും ഇമ്പീരിയൽ കോർട്ടും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് ആർക്കിടെക്ചറിലൂടെ കൊണ്ടുവന്നത്? The king as the representative of God on earth was suggested by Shah Jahan's audience halls with throne on pedestal and referred as Qibla. These audience halls communicated that king's justice would treat all as equal, creating a world where all live in harmony. അപ്പോൾ ഇവിടെ ഷാജഹാൻ്റെ ഓഡിയൻസ് ഹാളിൻ്റെയാണ് ഈ ആർക്കിടെക്ചറിൽ ഇങ്ങനെയൊരു വ്യത്യാസം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ കിബ്ല എന്നാണ് അറിയപ്പെടുന്നത്. രാജാവിൻ്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത്, രാജനീതി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ടുള്ളതാണെന്നാണ് ഈ ഒരു ആർക്കിടെക്ചറിലൂടെ കാണിച്ചു തരുന്നത്. It was further emphasized in the newly constructed Red Fort at Delhi. Behind the throne, there was a series of petra dura inlays that depicted Greek god Orpheus playing the lute. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പെട്ര ഡ്യൂറ എന്ന് പറയുന്ന ആ ഒരു ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും കാണാനായിട്ട് സാധിക്കും. ഗോഡ് ഓറോഫേഴ്സിൻ്റെ, ഗ്രീക്ക് ഗോഡ് ഓറോഫേഴ്സിൻ്റെ ആ ഒരു ഡിസൈനിൽ പെട്ര ഡ്യൂറ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ഓർഫിയസ് മ്യൂസിക് കുഡ് കാം ഈവൻ ഫെറോഷ്യസ് ബീസ്റ്റ് ആൻഡ് ദേ കോ എക്സിസ്റ്റഡ് പീസ്ഫുള്ളി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീക്ക് ഗോഡ് ഓർഫിയസ്, അതായത് ലൂട്ട് പ്ലേ ചെയ്യുന്ന ഒരു ഗ്രീക്ക് ഗോഡിൻ്റെ ഒരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഓർഫിയസിൻ്റെ ഈ ഒരു മ്യൂസിക് കൊണ്ട് തന്നെ വളരെ ക്രൂരരായിട്ടുള്ള ആൾക്കാർ പോലും പീസ്ഫുള്ളായിട്ട്
ഈ ഒരു രാജ്യത്തിൽ നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പിക്ചർ അവിടെ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോർഷനൊക്കെ നമ്മൾ നന്നായിട്ട് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്ത് നോക്കുക. കുഞ്ഞീസ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കേട്ട് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും തോന്നുവാണെങ്കിൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ ഇവിടെ തീരുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജിയോഗ്രഫി, മലയാളം, സയൻസിൻ്റെയൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക.